ഷാബി അലോൺസോ ഒരു സിസ്റ്റം കോച്ചാണ്. റയൽ മാഡ്രിഡിലും ബാർസലോണയിലും ഇവരുടെ രണ്ടും പൊളിറ്റിക്സ് ഒരു വലിയ ഫാക്ടേഴ്സാണ്. റയലിലെ ക്രൈസുകൾ ഷാബി അലോൺസോക്ക് പരിഹരിക്കാൻ കഴിയും എന്ന് തോന്നുന്നുണ്ട്. ഷാബി അലോൺസോയുടെ കാര്യത്തിലോട്ട് വരുമ്പോഴേക്കും പുള്ളിയുടെ തലയിലോട്ട് ഈ ഒരു പ്രഷർ കയറാതിരിക്കുക, റയൽ അഡീഷൻ നടത്തുവാണെങ്കിൽ കാണാൻ സാധിക്കുന്ന കീസ് വിത്ത് എന്ന് പറഞ്ഞ AC അൽക്കമാറിന്റെ ഒരു യങ്സ്റ്ററാണ്. നിക്കോ പാസ് തിരിച്ചു വരുന്നതുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻസ് നടക്കുന്നു. സിദ്ധാൻ ബ്രോ അതൊരു ഡിഫറെന്റ് ഓറയാണ്. നമുക്കറിയാം പുള്ളി ആ ടച്ച് ലൈനിൽ നിൽക്കുമ്പോൾ തന്നെ ഇവൻ എത്ര ബിഗ് ഹെഡ്സ് ആണെങ്കിലും അവിടെ നിൽക്കാൻ ഈ ചാടത്തിനപ്പുറത്തേക്ക് അദ്ദേഹം നിലനിൽക്കുന്നില്ല എന്നുള്ളതാണോ, അല്ലെങ്കിൽ കാർലോ ആഞ്ചലോട്ടിയെ പോലെ അദ്ദേഹത്തിന്റെ പക്വതയില്ലാത്തതാണോ? റൈറ്റിന് ഒരു പോസിറ്റീവ് ഡയറക്ഷനാണ് ഒരു ഫീൽ ഇന്റേണലി ഉള്ളത്. റിസൾട്ടുകൾ ഇനിയും മോശമായിട്ട് വരുമ്പോൾ എന്താവും നമുക്കറിയത്തില്ല. റോഡ്രിഗോയുടെ പേര് പല പ്രീമിയർ ലീഗ് ക്ലബ്ബുകളിലടക്കം അങ്ങനെ കണക്റ്റഡ് ആയി ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ബാർസയുടെ ബിഗ്ഗസ്റ്റ് ഇഷ്യൂ ഫൈനാൻഷ്യൽ ഇഷ്യൂസ് തന്നെയാണ്. ഫൈനാൻഷ്യൽ ഫെയർ പ്ലേ കാരണം ഈ സമ്മർ ഇപ്പോൾ 1:1 അതെന്നാവും ഞങ്ങൾ ബാർസ ഫാൻസിന് പോലും അറിയത്തില്ല. യമാലിന് ആ ഒരു ഇഞ്ചുറി കൺസേൺ ഉള്ള കാരണം ആ ലാസ്റ്റ് സീസണായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പ്രസ്സിങ്ങിൽ ധാരാളം താഴോട്ട് പോകുന്നത് നമുക്ക് കാണാനായിട്ടുണ്ട്. ലെവാൻഡോസ്കി ബാർസയിൽ ഇപ്പം റൈറ്റ് നോ വീക്ക് ആഫ്റ്റർ വീക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു പ്ലേ സെൻട്രൽ ഫോർവേഡ് അല്ല. റൈറ്റ് നോ ആൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഫിസിക്കാലിറ്റിയാണ്. റയൽ മാഡ്രിഡ് വലിയ ക്രൈസുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണുള്ളത്, പ്രത്യേകിച്ച് ഷാബി അലോൺസോ ക്രൈസിസ്. അവർ സമീപകാലത്ത് സിറ്റിയോട് പരാജയപ്പെടുന്നു. ലീഗിൽ 4 പോയിന്റ്, ഭയങ്കര 7 പോയിൻ്റൊക്കെ ലീഡിൽ നിന്നിട്ട് നടത്തുന്നതാണ് അവർ താഴേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ അവിടുത്തെ ക്രൈസുകൾ ഭയങ്കര ചർച്ചയാണ്. ഷാബിയെ സാക്ക് ചെയ്യുമോ എന്നുള്ളതുണ്ട്. അപ്പോൾ പെരസ് അദ്ദേഹത്തിൽ വിശ്വാസം അർപ്പിക്കാൻ തീരുമാനിക്കുന്നു. കളിക്കാരുമായി അദ്ദേഹത്തിനുണ്ടായിരുന്ന ക്രൈസുകളൊക്കെ പരിഹരിച്ചോ ഇല്ല എന്നിട്ട് ആ സിറ്റിക്കെതിരായ മത്സരത്തിന് ശേഷമൊക്കെ റോഡ്രിഗോയും ജൂഡ് ബെല്ലിംഗം ഒക്കെ വന്നിട്ട് സപ്പോർട്ട് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ പോലും അവിടെ എന്തൊക്കെയോ പുകയുന്നുണ്ട് എന്നുള്ളത് റിയാലിറ്റി തന്നെയാണ് എന്നുള്ളതാണ്. അല്ലാതെ പെട്ടെന്ന് മിഡ് സീസണിൽ ഇവർക്ക് ഇങ്ങനെ ഒരു, പ്രത്യേകിച്ച് ഡിസംബറിലൊക്കെ അവർ ഫ്ലോപ്പാണ് മൊത്തത്തിൽ എല്ലായിടത്തും. റെലഗേഷൻ സോണിൽ നിൽക്കുന്ന ജിറോണയോടെ അവരുടെ സമനില വഴങ്ങുന്നുണ്ട്, സെൽറ്റ വിഗോട് തോൽക്കുന്നുണ്ട്. അപ്പോൾ റയലിലെ ക്രൈസുകൾ ഷാബി അലോൺസോക്ക് പരിഹരിക്കാൻ കഴിയും എന്ന് തോന്നുന്നുണ്ടോ? അത് പരിഹരിക്കുക എന്നുള്ളതിലെ മെയിൻ റീസൺ, ഇപ്പം റയൽ മാഡ്രിഡ് ഒക്കെ പോലത്തെ ക്ലബിനെ കോച്ച് ചെയ്യുമ്പോഴേക്കും ബിഗ് ഈഗോസിനെ ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. മാൻ മാനേജ്മെൻ്റ് ഒരു വലിയ സ്കില്ലാണ്. ആൻഡ് ഷാബി അലോൺസോ ഒരു സിസ്റ്റം കോച്ചാണ്. ഇപ്പോൾ കാർലോ ആൻസലോട്ടിയെ പോലെ ഒരു കോച്ചിനെ വേണമെന്ന് പറഞ്ഞാൽ 1-2 നെയിംസേ നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അമ്മാതിരി രീതിയിൽ മാനേജ് ചെയ്ത് എല്ലാവരും പ്രീതിപ്പെടുത്തി നിൽക്കാൻ പറ്റുന്ന ഒരു കോച്ച്. സോ നമ്മൾ ഷാബി അലോൺസോ നമുക്കറിയാം ഒരു ബിഗ് ഫിഗറാണ്, റയൽ മാഡ്രിഡിൻ്റെ എക്സ് പ്ലെയറാണ്, എല്ലാവർക്കിടയിലും റെസ്പെക്റ്റ് ഉള്ള ഒരു നെയിമാണ്. ഹീസ് എ ടാക്ടീഷ്യൻ. ആൻഡ് സീസൺ സ്റ്റാർട്ടിൽ നമ്മൾ കണ്ടത് അതാണ്, പുള്ളി നെയിംസ് നോക്കാതെ ഇറക്കുമായിരുന്നു. മസ്തോൻഡുവാനോ പോലത്തെ ഒരു യങ്സ്റ്ററിനെ പുള്ളി സ്റ്റാർട്ട് ചെയ്തു, പല ബിഗ് നെയിംസിനെ ബെഞ്ച് ചെയ്തുകൊണ്ട്. ആൻഡ് വിനീഷ്യസ് ജൂനിയറിനെ 70-ാം മിനിറ്റിൽ മാറ്റിയിട്ട് റോഡ്രിഗോനെ പുള്ളി ലെഫ്റ്റിൽ പലപ്പോഴും ഇറക്കുന്നു. 2-3 പ്ലേയേഴ്സ് ഒഴികെ ബാക്കി എല്ലായിടത്തും പുള്ളി റൊട്ടേഷൻസ് റൈറ്റായിട്ട് നടത്തുന്നു. ഹൗസൻ പോലത്തെ പ്ലേയേഴ്സിനെയൊക്കെ വെച്ച് അവർ ബിൽഡപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷേ പിന്നീടാണ് ഈ ഒരു ഈഗോയുടെ ഒരു ഇഷ്യൂ വരുന്നത്. നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ എനിക്ക് തോന്നുന്നു ലിവർപൂൾ മാച്ചിന് ശേഷമാണ് ഈ ഒരു സംഭവം ബ്രേക്ക് ആവുന്നത്. സോ ആ ഒരു നമുക്ക് റയൽ മാഡ്രിഡിലും ബാർസലോണയിലും ഇവരുടെ രണ്ടും പൊളിറ്റിക്സ് ഒരു വലിയ ഫാക്ടേഴ്സാണ്. ഫുട്ബോൾ എന്നതിനേക്കാൾ ഒരു പൊളിറ്റിക്സും അവിടെ വലിയൊരു ഫാക്ടറാണ്. സോ ആ ഒരു കേസ് സിനാരിയോയിൽ പ്ലെയേഴ്സിന് അടുപ്പായിട്ട് നിൽക്കുന്ന കുറേ ജേർണലിസ്റ്റുകളാണ്. സോ ആ ഇന്ന പ്ലേയേഴ്സിനെ ഷാബി അലോൺസോ കളിപ്പിക്കാതിരിക്കുമ്പോൾ ഡെഫിനറ്റ്ലി അവർ എഗെയിൻസ്റ്റ് ആവും. ആ റൈറ്റ് മോമെൻറ്റിൽ ജേർണലിസ്റ്റുകൾ എഴുതാനായിട്ടും തുടങ്ങും ഇവർക്ക് എഗെയിൻസ്റ്റ്. ആൻഡ് ഇത് ആദ്യമേ മാർക്കൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അധികം ട്രസ്റ്റ് ഇല്ലായിരുന്നു. പിന്നീട് അത്ലറ്റിക് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടാണ് എന്തെങ്കിലും ഒരു സംഭവം ഇതിന് പിന്നിലുണ്ടെന്ന് നമുക്ക് തോന്നിയത്. സോ ഷാബി അലോൺസോയുടെ കാര്യത്തിലോട്ട് വരുമ്പോഴേക്കും പുള്ളിയുടെ തലയിലോട്ട് ഈ ഒരു പ്രഷർ കയറാതിരിക്കുക, പുള്ളി റൈറ്റ് ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻസ് റൈറ്റ് ആയിട്ട് നടത്തുക. പിന്നീട് ഈ ഒരു ഇഷ്യൂവിന് ശേഷം പുള്ളി പലപ്പോഴും സ്ക്വാഡിൽ അനാവശ്യ റൊട്ടേഷൻസ് നടത്തുന്നു, പല പ്ലേയേഴ്സിനെ ഔട്ട് ഓഫ് പൊസിഷൻ കളിപ്പിക്കുന്നു, സബ്സ്റ്റിറ്റ്യൂഷൻസ് റൈറ്റ് ടൈം നടത്തുന്ന പരിപാടി തുടങ്ങി. ആൻഡ് സീസൺ സ്റ്റാർട്ടിൽ ഗൂളർ നമ്മൾ നോക്കാനായിട്ടാണ് അറ്റാക്ക് മിഡ്ഫീൽഡർ റോൾ, ഏറ്റവും കൂടുതൽ ഗോൾ കോൺട്രിബ്യൂഷൻ യൂറോപ്പിലുള്ള ഒരു മിഡ്ഫീൽഡറാണ്. അവിടുന്ന് ബെല്ലിംഗം ഫിറ്റായി വന്നപ്പോഴേക്കും ബെല്ലിംഗം ഡിസേർവ്സ് സ്റ്റാർട്ട്. അപ്പോൾ പെർഫോമൻസ് നോക്കുവാണെങ്കിൽ ബെല്ലിംഗം ഡിസേർവ്സ് സ്റ്റാർട്ട്, പുള്ളി അടിപൊളിയായിട്ട് പ്രസ് ചെയ്യുന്നുണ്ട്, ഡിസേർവ്സ് സ്റ്റാർട്ട്. സോ ഗൂളറിനെ ഡീപ്പ് ചെയ്യുന്ന ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ക്വസ്റ്റൻ. ആൾ കോൺസ്റ്റൻ്റ്ലി ആ റോൾ നോക്കി അത് ലിവർപൂൾ മാച്ചിലൊക്കെ കണ്ടു. ഹി വാസ് റിയലി എക്സ്പോസ്ഡ് ആ ഒരു മാച്ചിലൊക്കെ. സോ കൂടുതൽ ഇഷ്യൂസ് വരാൻ തുടങ്ങി. ഞാൻ ഈ റീസെൻ്റ്ലി നടന്ന മാച്ചുകളിലൊക്കെ നമ്മൾ സെൽട്ട മാച്ചിലൊക്കെയാണ് എടുത്തു പറയേണ്ടത്. അതിലൊക്കെ നമ്മൾ സിസ്റ്റം മാനേജർ എന്ന് പറയുമ്പോൾ കാണേണ്ട എന്താണ്, ഒരു ഫ്രീ ഫ്ലോയിങ് ഗെയിമാണ്, അഥവാ ഒരു സിസ്റ്റം കാണും. പക്ഷേ ആ മാച്ചിൽ നമ്മളൊരു സിസ്റ്റം കാണുന്നില്ല. ലോങ്ങിൽ നിന്ന് ഷോട്ടുകൾ എടുക്കുന്നു, എന്തിനൊക്കെയോ ശ്രമിക്കുന്നു. പൊസിഷനിലൊക്കെ അസെൻസിയോ റൈറ്റ് കളിക്കുന്നത്, അതുപോലെ തന്നെ ഇപ്പോഴത്തെ കരേറാസിനെ പിടിച്ചിട്ട് സെൻറ്റർ ബാക്ക് ധാരാളം റൊട്ടേഷൻസ് പുള്ളി നടത്തുന്നു. ഞാൻ ടു ആൻ എക്സ്റ്റെൻറ്റ് നമുക്ക് ബോർഡിനെയും പറയേണ്ടി വരും. കാരണം മിഡ്ഫീൽഡ് റൈറ്റ് ആയിട്ടുള്ള അഡീഷൻ പുള്ളി ഈ സീസൺ സ്റ്റാർട്ടിൽ സ്റ്റില്ലർ, കീ സ്മിത്ത് ഒക്കെ പോലത്തെ പ്ലേയേഴ്സിന് വേണ്ടി പുഷ് ചെയ്തായിട്ട് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. സോ സ്റ്റില്ലറിന് വേണ്ടി റയൽ മാഡ്രിഡ് ജനുവരി പോയതുകൊണ്ടോ സ്റ്റുട്ട്ഗാർട്ട് വിൽക്കുമോ എന്നുള്ള കാര്യം അനദർ ക്വസ്റ്റ്യൻ ആണ്. സ്റ്റില്ലറിന്റെ പേര് പണ്ട് മുതലേ അത് ഹാൻസി ഫ്ലിക്ക് ബാർസ വന്നപ്പോൾ ബാർസയോട് റെക്കമെൻഡ് ചെയ്തൊരു നെയിമാണ്. സോ സ്റ്റില്ലറിന്റെ കാര്യത്തിലോട്ട് വരുമ്പോഴെങ്കിൽ സ്റ്റുട്ട്ഗാർട്ടിന്റെ ഒരു മിഡ്ഫീൽഡറാണ്, ഡീപ് പ്ലേയിങ് മിഡ്ഫീൽഡറാണ്. പുള്ളി ഡിഫൻസീവ് മിഡ്ഫീൽഡർ അല്ല, സിംഗിൾ പ്ലെയർ അല്ല. ഇസ് റിയലി ടോണി ക്രൂസ് എന്നല്ല പറയുന്നത്, ആ ലെവലിൽ ഒരിക്കലും വരത്തില്ല. പക്ഷേ
ആ ഒരു സിമിലാരിറ്റി ഉള്ള ടീമാണ്. യു ക്യാൻ ഓർക്കസ്ട്രേറ്റ് ഫ്രം ദ ബാക്ക് ഡെലിവറീസ് ആൻഡ് ചൗമിനിയോടൊപ്പം സ്റ്റില്ലർ വിൽ ബി എ ഗ്രേറ്റ് അഡീഷൻ. സോ അങ്ങനത്തെ നെയിം. പിന്നെ പുള്ളി പറഞ്ഞ നെയിമാണ് കീ സ്മിത്ത്. എനിക്ക് ജനുവരിയിൽ അഥവാ എന്തെങ്കിലും കാരണവശാൽ റയൽ അഡീഷൻ നടത്തുവാണെങ്കിൽ കാണാൻ സാധിക്കുന്ന ഒരു കീ സ്മിത്ത് എന്ന് പറഞ്ഞ AC അൽക്കമാറിൻ്റെ ഒരു യങ്സ്റ്ററാണ്. പക്ഷേ പുള്ളി 18-19 വയസ്സുള്ള റിയലി യങ്ങായിട്ടുള്ള ഒരു നെയിമാണ്. അഡീഷൻ നടത്തുമെന്ന് നമുക്കറിയത്തില്ല. മേ ബി അത്രയും ഡീപ്പ് എന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ കപ്പാസിറ്റിയോടെ ഒരു നെയിം ആഡ് ചെയ്യാനത് പണിയായോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടി വരും. പിന്നെ റയൽ ശരിക്കും ഔട്ട് ഓഫ് ഫോം ആയ വൺ ഓഫ് ദ റീസൺ ഈ ഹൗസൺ ഇഞ്ചറി വന്നപ്പോഴേക്കും അതൊരു പണിയാണ്. കാരണം ബിൽഡ് ചെയ്യുന്ന ബാക്കപ്പ് ചെയ്യാനായിട്ട് ഹൗസൺ മസ്റ്റാണ് ആൻഡ് എഡർ മിലിറ്റാവോ മസ്റ്റാണ്. സോ എനിക്ക് തോന്നുന്നു എഡർ മിലിറ്റാവോ, ഹൗസൺ, മേ ബി ട്രെൻഡിനും ഇഞ്ചറി പറ്റി. ഇതിൻ്റെ ഇടയ്ക്ക് ട്രെൻഡ് ഒന്ന് ക്ലിക്കായി വന്നപ്പോഴേക്കും വീണ്ടും ഇഞ്ചറി പറ്റി. സോ ട്രെൻഡ് ഫിറ്റായിട്ട് നിൽക്കുവാണ്. ലെഫ്റ്റ് ബാക്കായിട്ട് കറേറാസ് ഫോർ മീ സൈനിങ് ഓഫ് ദ സീസൺ പോലെയാണ് ആൾ പെർഫോം ചെയ്യുന്നത്. സോ ഈ ഒരു ബാക്ക് ഫോർ നിൽക്കുവാണെങ്കിൽ ബാക്കിൽ നിന്ന് ബിൽഡപ്പ് ചെയ്യാനായിട്ട് കുറച്ചുകൂടെ എളുപ്പവും. പക്ഷേ ഡിഫൻഡേഴ്സിനെ വെച്ച് ബിൽഡപ്പ് ചെയ്യുമ്പോൾ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ അവർ മിഡ്ഫീൽഡിലൂടെ സ്റ്റെപ്പ് അപ്പ് ചെയ്യുമ്പോൾ ബാക്കിൽ സ്പേസുകൾ എക്സ്പോസ്ഡ് ആവും. അതാണ് നമ്മൾ അത്ലറ്റിക്കോ മാഡ്രിഡ് മാച്ചിൽ അത്ലറ്റിക്കോ എക്സ്പോസ് ചെയ്ത്. മിലിറ്റാവും എസ്പെഷ്യലി ഹൗസനും മിഡ്ഫീൽഡിലോട്ട് ബോളുമായിട്ട് സ്റ്റെപ്പ് അപ്പ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത്ലറ്റിക്കോയുടെ പ്രസ് അടിപൊളിയായിരുന്നു. അവർ ആ സ്പേസുകൾ ബിഹൈൻഡ് എക്സ്പോസ് ചെയ്തു. അതേസമയത്ത് ഒരു മിഡ്ഫീൽഡർ ക്യാരി ചെയ്യുകയാണ്, ദർ ഇസ് നമ്പേഴ്സ് ബിഹൈൻഡ് ടു പ്രൊട്ടക്റ്റ്. അത് നമ്മൾ റയൽ മാഡ്രിഡിൽ എക്സ്പോസ്ഡ് ആക്കിയ ഒരു മാച്ചായിരുന്നു. അതിനുശേഷം പുള്ളി കുറച്ചുകൂടെ ഒന്ന് കൺസർവേറ്റീവായി. പക്ഷേ പിന്നീട് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ആൾ ഹൗസനൊക്കെ ഇഞ്ചറി പറ്റിയപ്പം ഔട്ട് ഓഫ് ഐഡിയാസിലോട്ടൊക്കെ പോകുന്ന ഒരു ഫീലാണ് തോന്നിയത്. മേ ബി ജനുവരി അഡീഷൻസ് നോക്കേണ്ട ഒരു ആവശ്യമുണ്ട്. പിന്നെ ഈഗോസിനെ ഹാൻഡിൽ ചെയ്യേണ്ട ഒരു കാര്യം അതും മസ്റ്റാണ്. പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ വിനീഷ്യസ് ജൂനിയർ ലാസ്റ്റ് മാച്ചിൽ നമ്മൾ കണ്ടു ഒരു 20 മിനിറ്റ് വാസ് സോ ഗുഡ്. ആ മാച്ച് തന്നെ മാറ്റി. റയൽ മാഡ്രിഡ് അലവസിനെ അഗേൻസ്റ്റ് വിക്ടറി നേടാനായിട്ട് ആ ലാസ്റ്റ് 20 മിനിറ്റ്സിൽ വിനീഷ്യസ് ജൂനിയറിന്റെ പെർഫോമൻസ് വാസ് സോ വൈറ്റ്. സോ വിനിക്ക് ഒരു 50-60 മിനിറ്റ് ആ ഒരു കൺസിസ്റ്റൻസി കൊടുക്കാൻ പറ്റുമോ? ഓഫ് ദ ബോൾ വർക്ക് ലോഡ് എടുക്കാൻ പറ്റുമോ? പ്രസിംഗ് ഒരു വലിയ മെട്രിക്സ് ആണ്. ഇപ്പോൾ സീസൺ സ്റ്റാർട്ടിൽ പാസസ് പെർ ഡിഫൻസീവ് ആക്ഷൻ മെട്രിക്സിലും മറ്റുമൊക്കെ റയലായിരുന്നു ലീഗിൽ ഏറ്റവും ടോപ്പിൽ നിന്ന്. ലാസ്റ്റ് സീസൺ ലീഗിൽ ബാർസ നിന്ന പൊസിഷനിൽ ഇപ്പം ഫ്രാൻസ് ഫ്ലിക്കിന്റെ ബിഗ്ഗസ്റ്റ് ഫിലോസഫി ആണല്ലോ കൗണ്ടർ പ്രസ്. ആ ഫിലോസഫിയിൽ ഏറ്റവും ബെസ്റ്റായിട്ട് നിന്ന റയലാണ്. പക്ഷേ പിന്നീട് നമ്മൾ നോക്കാനായിട്ടാണ് മസ്താൻഡോനൊക്കെ ഇഞ്ചറി വരുന്ന ആൾ പോകുന്നു. പിന്നീട് ഫ്രണ്ടിൽ വിനി എംബാപ്പയുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു അവരെ സോൺസ് കവർ ചെയ്തുകൊണ്ടിരുന്നിടത്തുനിന്ന് പിന്നെ അവർ ഒരു ഹാഫ് ഹാർട്ടഡ് ഇതിലോട്ട് പോകുന്നു. നമുക്ക് എംബാപ്പെ പിന്നെ കുറച്ചുകൂടി ഇപ്പോൾ പ്രസിംഗ് മെട്രിക്സ് വിനിക്ക് മേളിൽ നിൽക്കുന്ന എംബാപ്പയാണ്. ഓൾമോസ്റ്റ് വിനിയുടെ ഡബിൾ ഉണ്ട്. പക്ഷേ വിനീഷ്യസ് ജൂനിയർ മോമെന്റ്സ് സെലക്ട് ചെയ്യുന്നേ ഉള്ളൂ. ചില മാച്ചുകൾ ആൾ ലേസി ആയിട്ട് നിൽക്കുന്നുണ്ട്. ആള് ലാസ്റ്റ് മാച്ചിലൊക്കെ കണ്ടോളെ ഒന്ന് ത്രൈവായിട്ട്. ഇപ്പോൾ ബാർസലോണ മാച്ച് ഏറ്റവും വലിയ എക്സാമ്പിൾ ആയിരുന്നു. വിനിയായിരുന്നു ആ മാച്ചിൽ അൺസ്റ്റോപ്പബിൾ പ്ലെയർ. ആസ് എ ബാർസ ഫാൻ എന്നെ ഏറ്റവും പേടിപ്പിക്കുന്ന ഒരു കാര്യം മാച്ചിൽ നിൽക്കുന്ന വിനീഷ്യസ് ജൂനിയറാണ്. സോ ആ മാച്ചിൽ ഗെയിം ചേഞ്ചർ ആയിരുന്നു പുള്ളിയൊക്കെ. സോ അങ്ങനത്തെ ഒരു വിനീനെ കിട്ടുമോ? ചാബി അലോൺസ് ഇപ്പോൾ ചാബിയും വിനിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് സോർട്ട് ഔട്ട് ചെയ്യുകയാണെങ്കിൽ ഐ തിങ്ക് വിനിയുടെ ഒരു 100% കിട്ടും. സോ അതെല്ലാം ഈ സീസണിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. പിന്നെ ജനുവരിയിൽ അഡീഷൻ, പിന്നെ അക്കാഡമി പ്ലേയേഴ്സ്. ഇപ്പം ചാബി വന്നപ്പം അക്കാഡമി പ്ലേയേഴ്സും കൂടുതൽ ഗോൺസാലോ ഗാർഷ്യയുടെ നെയിം നമ്മൾ പറയേണ്ട ആവശ്യമുണ്ട്. മേ ബി ഇനിയും കിട്ടുമായിരിക്കും. ബട്ട് ഫിഫ ക്ലബ് വേൾഡ് കപ്പിൽ ആൾക്ക് മിനിറ്റ്സ് കിട്ടിയിരുന്നു. പക്ഷേ ഗോൺസാലോ ഗാർഷ്യ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ആരെ ബെഞ്ച് ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ അവിടെ വരേണ്ടി വരും. നിക്കോ പാസ് തിരിച്ചു വരുന്നതുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻസ് നടക്കുന്നത്. നിക്കോ പാസ് ജനുവരിയിൽ വരത്തില്ല, സമ്മറിലായിരിക്കും വരിക എന്നാണ് കേൾക്കുന്നത്. നിക്കോ പാസും ഡീപ് പ്ലേയിങ് മിഡ്ഫീൽഡറല്ല. പുള്ളി ഈ ഗൂളറും ബെല്ലിംഗമുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഒരു നെയിമാണ്. പിന്നെ പിയാട്രാച്ച് എന്ന് പറയുന്ന ഒരു മിഡ്ഫീൽഡർ ഉണ്ട്. പിട്രാച്ച് എന്ന് പറയുന്നത് ആള് അക്കാഡമിയിൽ പ്രോബ്ലി ഡീപ്പിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു നെയിമാണ്. അതാണ് ഏറ്റവും കൂടുതൽ ഈ സീസണിൽ ചാബി അലോൺസോ ഒരു 100 മിനിറ്റ്സ് കിട്ടും എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന നെയിം. അത് ഇതുവരെ മിനിറ്റ്സ് ലീഗിൽ കൊടുത്തിട്ടില്ല. നമ്മൾ പ്രീ സീസൺ കണ്ടു. പ്രീ സീസൺ ആണ് ക്ലബ് വേൾഡ് കപ്പിൽ എവിടെയോ കണ്ടായിരുന്നു. സോ നമുക്ക് നോക്കാം ഇനി ആളെ കൊണ്ടുവരുമെന്ന്. പിന്നെ ലാസ്റ്റ് മാച്ചിൽ വാൾഡി പിനോസ് എന്ന് പറയുന്ന ഒരു പ്ലെയറിനെ ലെഫ്റ്റ് സൈഡ് CB ലെഫ്റ്റ് ബാക്കും കളിക്കുന്ന ഒരു പ്ലെയറിനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന കണ്ടു. ഹി ലുക്ക് ഗുഡ്. സോ മേ ബി ചാബി വന്നപ്പോഴേക്കും റയൽ മാഡ്രിഡ് കാസ്റ്റ് ചെയ്യുന്ന അന്യായ പ്രോഡക്ട്സ് ഉണ്ട്. നമ്മളിപ്പോൾ വേൾഡ് ഫുട്ബോളിൽ നോക്കുകയാണെങ്കിൽ റയൽ മാഡ്രിഡ് കാസ്റ്റ് ചെയ്യുന്ന ഇഷ്ടം പോലെ ടാലൻസുകൾ വന്നിട്ടുണ്ട്. റയൽ മാഡ്രിഡിൽ അവസരങ്ങൾ കുറവായിരിക്കും, ബട്ട് വേറെ ക്ലബ്ബുകളിൽ പോയി സക്സസ് ആയി ഇഷ്ടം പോലെ നെയിംസ് ഉണ്ട്. സോ ചാബി അലോൺസോ വന്നപ്പോൾ റയൽ മാഡ്രിഡ് ഫാൻസ് എക്സ്പെക്ട് ചെയ്ത ഒരു കാര്യം ഇതാണ്, കാസ്റ്റ് ചെയ്യുന്ന കൂടുതൽ പ്ലേയേഴ്സ് ഫസ്റ്റ് ടീമിലോട്ട് വരും, മിനിറ്റ്സ് കിട്ടുമെന്നുള്ളത്. നമുക്ക് നോക്കാം. അതെന്തായാലും ജനുവരി തൊട്ട് ഇപ്പോൾ ലാസ്റ്റ് വാൾഡി പിനോസിന് മിനിറ്റ്സ് കൊടുത്തതും ഗോൺസാലോ ഗാർഷ്യനെ റീസെൻ്റ് വീണ്ടും കൂടുതൽ യൂസ് ചെയ്യാൻ തുടങ്ങിയതും ഒക്കെ ഒരു ഗെയിം ചേഞ്ചർ ആയിരിക്കും. പിന്നെ എൻട്രിക്കിൻ്റെ ലോൺ പറയേണ്ട കാര്യമുണ്ട്. ലയോണിലോട്ട് ആൾ ജനുവരി മൂവ് ചെയ്യും. പക്ഷെ അത് ക്ലബ്ബ് ഫ്യൂച്ചർ എൻട്രിക്കിനെ കാണുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് വരുന്നത്. ലോണാണ്, പർച്ചേസ് ഓപ്ഷൻ ഒന്നുമില്ല. എങ്ങാണ്ട് ഇത്ര ഗെയിംസ് മസ്റ്റായിട്ട് കളിപ്പിക്കണമെന്നുള്ള ക്ലോസും വരെ ഉണ്ടെന്നൊക്കെ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. സോ അലച്ച് എൻട്രിക്ക് പോയിട്ട് വരുമ്പോൾ എന്ത് കാണിക്കും. ഇതിൽ മറ്റൊന്നോട് പറയാനുള്ളത്, ഈ ഈഗോ ക്ലാഷിനെ കുറിച്ച്, ഈഗോ ഇഷ്യൂ പറഞ്ഞല്ലോ. അപ്പോൾ നേരത്തെ സിദാൻ, ഇപ്പോൾ സാബിയ മാറ്റോ സാബിയ സാക്കിയോ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ സ്ഥിരമായി സിദാൻ്റെ പേര് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ക്ലോപ്പിനെ കുറിച്ചൊക്കെ വലിയ പ്രതീക്ഷയിൽ ആളുകൾ പറയുന്നുണ്ട്. പക്ഷേ ഈ ഈഗോ ഇഷ്യൂ ശരിക്കും പരിഹരിക്കാൻ സാബി അലോൺസോയ്ക്ക് കഴിയേണ്ടതല്ല. ഇപ്പോൾ സിദാൻ ഇതുപോലെ തന്നെ ഒരു പുതുമുഖമായിരുന്നു. പക്ഷേ അദ്ദേഹം ഹാൻഡിൽ ചെയ്തൊരു ടീമിൽ ക്രിസ്ത്യാനോയും ബെയിലും ബെൻസെമയൊക്കെ ഉണ്ടായിരുന്നു. ഇതിനേക്കാൾ വലിയ സ്റ്റാർഡും സൂപ്പർ സ്റ്റാർ പദവികളൊക്കെ ഉള്ളൊരു ടീമായിരുന്നു അത്. എന്നിട്ടും അവരെ അദ്ദേഹം ഒത്തിണക്കത്തോടെ കൊണ്ടുപോയി, ഒരു ഈഗോ ക്ലാഷും ഇല്ലാതെ കൊണ്ടുപോയി എന്നുള്ളൊരു സംഗതിയാണല്ലോ. അവിടെ സാബിക്ക് പഠിച്ചത് എവിടെയാണ് എന്നൊരു ചോദ്യമുണ്ട്. പ്രത്യേകിച്ച് ബാലവക്കൂസ് എന്നാണ് അദ്ദേഹം വരുന്നത്. അദ്ദേഹം അപ്പോൾ ബാലവക്കൂസിന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് പുതുമുഖമായ ഒരു കോച്ചാണ്. അതിനേക്കാൾ സ്റ്റാർഡമുള്ള കളിക്കാർ വരുന്ന സമയത്ത് അദ്ദേഹത്തിന്
അവിടെയാണോ പിഴച്ചത്? ഈ ചാടത്തിനപ്പുറത്തേക്ക് അദ്ദേഹം നിലനിൽക്കുന്നില്ല എന്നുള്ളതാണോ? അല്ലെങ്കിൽ കാർലോ ആഞ്ചലോട്ടിയെ പോലെ അദ്ദേഹത്തിൻ്റെ പക്വതയില്ലാത്തതാണോ? അങ്ങനെ പല ചോദ്യങ്ങളുണ്ടല്ലോ. എങ്ങനെയാണ് ആ ക്രൈസ് അദ്ദേഹം പരിഹരിക്കുക എന്ന് തോന്നുന്നത്? കാർലോ ആൻസലോട്ടിയുടെ ഷൂസ് ഫില്ല് ചെയ്യാന്ന് പറഞ്ഞാൽ ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. പുള്ളി മാനേജ് ചെയ്തപോലത്തെ ഈഗോസിനെ മാനേജ് ചെയ്തൊരു എക്സ്പീരിയൻസ് ഇല്ല. പ്രൈം AC മിലാൻ തൊട്ട് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം കാർലോ ആൻസലോട്ടി മാനേജ് ചെയ്ത ടീമാണ്. സോ കാർലോ ആൻസലോട്ടിയുടെ ഷൂസ് ഫില്ല് ചെയ്യാൻ തന്നെ ഒരു കോച്ചിന് വന്ന ഉടനെ പാടാണ്. ആൻഡ് സിദ്ധാൻ ബ്രോ അതൊരു ഡിഫറൻറ്റ് ഓറയാണ്. നമുക്കറിയാം പുള്ളി ആ ടച്ച് ലൈൻ നിൽക്കുമ്പോൾ തന്നെ ഈവൻ എത്ര ബിഗ് ഹെഡ്സ് ആണെങ്കിലും അവിടെ നിൽക്കുക. ചാബി അലോൺസോയ്ക്ക് ആ ഒരു ഓറയുണ്ട്. നമ്മൾ ഇപ്പോഴത്തെ റയൽ മാഡ്രിഡ് ടീമിലെ പ്ലേയേഴ്സിനെ വെച്ച് നോക്കാനായിട്ടാണെങ്കിൽ ചാബി അലോൺസോ ഡെഫിനറ്റ്ലി വൺ ഓഫ് ദ ഗ്രേറ്റ്സ് ആണല്ലേ ഫുട്ബോളിങ് എക്സ്പ്ലേഴ്സിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ വൺ ഓഫ് ദ ഗ്രേറ്റ്സ് തന്നെയാണ് മിഡ്ഫീൽഡിലോട്ട് വരുമ്പോൾ. സോ അതാണ് ചില പ്ലേയേഴ്സിൻ്റെ ഒരു ചില കോച്ചുകളുടെ ഒരു അബിലിറ്റിയാണ് മാനേജ്മെൻറ്റ് സ്കില്ല് മറ്റേന്നൊക്കെ പറയുന്നത്. ഇപ്പം ബയർ ലെവർകൂസൻ അല്ല റയൽ മാഡ്രിഡ്. ബയർ ലെവർകൂസൻ പുള്ളിയുടെ ടീമാണ് എൻറ്റയർലി. അവിടെ മൊത്തം ആ ടീം പുള്ളിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്, എല്ലാം പുള്ളിയുടെ ഡിസിഷനായിരുന്നു. പക്ഷേ ഇവിടെ വരുമ്പോഴേക്കും നമ്മൾ ഈ പറഞ്ഞല്ലോ ഒരു ഈഗോസിനെ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം. നമ്മൾ ഈ ഇപ്പം മുമ്പേ സ്ലോട്ടിൻ്റെ കാര്യമൊക്കെ പറഞ്ഞാൽ ഇങ്ങനത്തെ ബിഗ് നെയിംസിന് ആ ഒരു ഈഗോ കാണും. അഥവാ അവരെ റൈറ്റായിട്ട് അവരോട് കമ്മ്യൂണിക്കേഷൻ നടത്തിയില്ലെങ്കിൽ അവർ അത് ഈവൻ മെസ്സി ആണെങ്കിലും ക്രിസ്ത്യാനോ ആണെങ്കിലും നെയ്മർ ആണെങ്കിലും എല്ലാ ബിഗ് നെയിംസ് ആണ് നമ്മൾ ഹിസ്റ്റോറിക്കലി നോക്കാനായിട്ടാണെങ്കിൽ അവർക്ക് എല്ലാവർക്കും റൈറ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് കോച്ച് കൊടുക്കണം. എന്തുകൊണ്ട് ബെഞ്ച് ചെയ്യുന്നു, അല്ലെ എന്തുകൊണ്ട് ഇത്ര മിനിറ്റിൽ മാറ്റുന്നു എന്നുള്ള റൈറ്റ് കമ്മ്യൂണിക്കേഷൻ മസ്റ്റാണ്. ആൻഡ് ഇപ്പം അൾട്ടിമേറ്റ്ലി ഒരു കോച്ചിൻ്റെ ഡിസിഷനാണ് ഇതെല്ലാം വരുന്നത്. സോ ചാബി അലോൺസോയ്ക്ക് പിഴയ്ക്കാൻ തുടങ്ങിയത് മെയിൻലി റിസൾട്ടുകൾ പുള്ളിക്ക് അഗേൻസ്റ്റ് പോയപ്പോഴാണ് ഈ ന്യൂസുകൾ കൂടുതൽ സർക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. മേ ബി കുറച്ചുകൂടെ ആ ഒരു വിന്നിങ് റണ്ണിലോട്ട് പോവുകയാണെങ്കിൽ മേ ബി ന്യൂസുകൾ സർക്കുലേറ്റ് ചെയ്യുന്ന പതുക്കെ കുറയും. പ്ലെയേഴ്സിൻ്റെ മേലൊരു പവർ പുള്ളിക്ക് കിട്ടാനായിട്ട് തുടങ്ങും. സോ ഇറ്റ് ഓൾ ഡിപ്പെൻസ് അപ്പോൺ ചാബിക്ക് തോന്നുവാണ് ഇന്ന പ്ലെയറിനെ ബെഞ്ച് ചെയ്താലേ ശരിയാത്തുള്ളൂ, ഞാൻ ഈഗോ നോക്കുന്നില്ല. പക്ഷേ ആ പ്ലെയറിനെ ബെഞ്ച് ചെയ്തിട്ട് റിസൾട്ട് വന്നില്ലെങ്കിൽ അവിടെ മീഡിയ പുള്ളിനെ കീറും. അത് പാർട്ട് ഓഫ് ദ ഗെയിമാണ്. സോ പുള്ളിക്ക് ഒന്നെങ്കിൽ ആ പ്ലെയറിനെ പറഞ്ഞ് മനസ്സിലാക്കി സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പ്ലെയറിനെ ബെഞ്ച് ചെയ്യണമെങ്കിൽ ബെഞ്ച് ചെയ്തിട്ട് റിസൾട്ടുകൾ ഒപ്പിക്കുക. ടീമിന് റിസൾട്ടുകൾ ഒപ്പിച്ച് തുടങ്ങുമ്പോഴേക്കും ഡെഫിനറ്റ്ലി ആ പ്ലെയറിൻ്റെ വോയിസ് താഴോട്ട് പൊയ്ക്കൊണ്ടിരിക്കും. ചാബി റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. സോ റൈറ്റ് നോ ആ പ്ലെയറിനെ ബെഞ്ച് ചെയ്യുന്നതാണ് സ്റ്റാർട്ട് ചെയ്യാത്തതാണ് ബെറ്റർ എന്നുള്ളൊരു സിനാരിയോ ആണെങ്കിൽ ചാബി അതിലോട്ട് പോകും. സോ എല്ലാവരെയും പ്രീതിപ്പെടുത്തി നിർത്തുക എന്നുള്ളത് ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഈവൻ കാർലോ ആൻസലോട്ടി ആണെങ്കിലും എല്ലാവരും പ്രീതിപ്പെടുത്തി നിർത്തി, പക്ഷേ എല്ലാവരും എല്ലാ മാച്ചും പുള്ളി കളിപ്പിക്കുന്നില്ല. പുള്ളി അവിടെ ബെഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ആ ഒരു സ്കില്ല് മേ ബി ചാബി ഡെവലപ്പ് ചെയ്യുന്നതല്ലായിരിക്കും എന്തുകൊണ്ട് ബെഞ്ച് ചെയ്യുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ചില പ്ലേയേഴ്സൊക്കെ റിപ്പോർട്ട് ചെയ്ത് അവരോട് കമ്മ്യൂണിക്കേഷനേ ഇല്ലായിരുന്നതാണ് ചാബി. അതാണ് ഈ അത്ലറ്റിക് വന്ന ഒരു കാര്യം, എന്തുകൊണ്ട് ബെഞ്ച് ചെയ്യുന്നു. അല്ലെങ്കിൽ ചില പ്ലേയേഴ്സിനോട് പുള്ളി ഇൻസ്ട്രക്ഷൻസേ കൊടുക്കാറില്ല. അവരൊക്കെ സ്ക്വാഡിൽ നിന്ന് ഔട്ടായൊരു എന്ന മെയിൻ നെയിംസ് എന്നല്ല ചില നെയിംസിനായിരുന്നു. സോ മേ ബി അവരുമായിട്ടൊക്കെ കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. പിന്നീട് വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ചാബി അലോൺസോ ഇവരുമായിട്ട് എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, സംഭവങ്ങൾ സോർട്ട് ഔട്ടായി. പിന്നെ നമ്മൾ കണ്ട സിറ്റി മാച്ചിന് ശേഷം പ്ലേയേഴ്സ് എല്ലാം വന്ന് ചാബിനെ ബാക്ക് ചെയ്യുന്ന ഒരു സിനാരിയാണ് നമ്മൾ റീസെൻ്റ്ലി കാണുന്നത്. സോ റൈറ്റിന് ഒരു പോസിറ്റീവ് ഡയറക്ഷനാണ് ഒരു ഫീൽ ഇൻറ്റേർണലി ഉള്ളത്. റിസൾട്ടുകൾ ഇനിയും മോശമായിട്ട് വരുമ്പോൾ എന്താവും നമുക്കറിയത്തില്ല. ഈ റോഡ്രിഗോ ഈ സാബിയുമായിട്ടുള്ള പ്രശ്നത്തിൽ റോഡ്രിഗോയുടെ പേരൊക്കെ നമ്മളിങ്ങനെ ഉയർന്നു കേട്ടിരുന്നു. അദ്ദേഹം ഡ്രസ്സിംഗ് റൂമിൽ അദ്ദേഹത്തിനെതിരെ ആരംഭിച്ച കലാപങ്ങളിൽ മുൻപന്തിയിൽ റോഡ്രിഗോ ഉണ്ട്, വിനീഷ്യസ് ഉണ്ട്, വാൽവർഡെ ഉണ്ട്, അങ്ങനെ പല പേരുകളും. അത്ലറ്റിക്കൊക്കെ പിന്നെ അത് ഈ പേരുകൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത്. റോഡ്രിഗോയുടെ പേര് പല പ്രീമിയർ ലീഗ് ക്ലബ്ബുകളിലടക്കം അങ്ങനെ കണക്റ്റഡായി ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. റോഡ്രിഗോ ടീം വിടുമോ എന്ന അർത്ഥത്തിലൊക്കെ അങ്ങനെ ഒരു സാധ്യത നമ്മൾ കാണാൻ ഈ അടുത്ത കാലത്തൊക്കെ കഴിയും. റോഡ്രിഗോ ഈ സീസൺ സ്റ്റാർട്ടിൽ പുള്ളിക്ക് നീങ്ങണമെങ്കിൽ നീങ്ങാന്നുള്ള രീതിയിലാണ് റിപ്പോർട്ടുകളെല്ലാം വന്നത്, റിലയബിൾ സോഴ്സിൽ നിന്നല്ല. ബട്ട് റോഡ്രിഗോ ക്ലബ്ബിൽ നിന്ന് തന്നെ ബാഡ്ജിന് വേണ്ടി പോരാടാനായിരുന്നു പ്ലാൻ. റോഡ്രിഗോ പക്ക പ്രൊഫഷണലിസം ഉള്ള ഒരു പ്ലെയറായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ 34 മാച്ചസ് ഗോളുകൾ അടിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ നല്ല റെക്കോർഡൊന്നുമല്ല. പക്ഷേ ലാസ്റ്റ് 2 മാച്ചുകൾ ആൾ ഗോൾ സ്കോർ ചെയ്തു. റോഡ്രിഗോയുടെ ഗോൾ ഔട്ട്പുട്ടൊക്കെ മോശം, 100% അഗ്രി ചെയ്യുന്നു. പക്ഷേ ആൾക്ക് ആ ബാഡ്ജിന് ഇഷ്ടമുള്ള ഒരു നെയിമാണ്. പക്ഷേ മിനിറ്റ്സ് കിട്ടുന്നില്ല എന്നുള്ളൊരു സിനാരിയോ ആണെങ്കിൽ ഐ തിങ്ക് ഹി വിൽ മൂവ് ഓൺ. നെക്സ്റ്റ് സമ്മർ മൂവ് ഓൺ ചെയ്യാനായിട്ട് നല്ലൊരു സാധ്യത. ചാബി തുടരുവാണ്, ചാബിയുടെ അണ്ടർ പുള്ളിക്ക് വെച്ച ഒരു ഗ്യാരണ്ടി മിനിറ്റ്സ് കിട്ടുന്നില്ല എന്നൊരു ഫീൽ ആണെങ്കിൽ ഹി വിൽ മൂവ്. പക്ഷേ റീസെൻ്റ്ലി നമ്മൾ നോക്കാനായിട്ട് ബെഞ്ചിൽ നിന്നൊക്കെയാണല്ലോ ആളെ കോൺസ്റ്റന്റ്ലി യൂസ് ചെയ്യുന്നുണ്ട്. ചില മാച്ചുകൾ ആൾക്ക് സ്റ്റാർട്ടിങ് കിട്ടുന്നുണ്ട്. പക്ഷേ മസ്തോൻ്റെ ഇപ്പോൾ ഇഞ്ചറി മാറി വന്നിട്ടുണ്ട്. മേ ബി ജനുവരിയിൽ ഇനി അഡീഷൻസ് വരുമോ, അല്ലെങ്കിൽ ഗോൺസാലോ ഗാർഷ്യനെ റെഗുലർലി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും, അപ്പം വീണ്ടും റോഡ്രിഗോ ബെഞ്ചിലാവുമോ, അങ്ങനെയൊക്കെയുള്ള ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ എനിക്ക് അസ് ഓഫ് നൗ പ്രീമിയർ ലീഗ് ക്ലബ്ബുകളിൽ എല്ലാവരും ഇൻട്രസ്റ്റഡ് ആയിരിക്കും. റോഡ്രിഗോ ശരിക്കും നോക്കാനായിട്ടാണ് ഒരു ടാലന്റ് പ്ലെയറാണ്. ബ്രസീലിൻ്റെ മാച്ച് കാണാൻ മനസ്സിലാവും. പുള്ളിനെ ആ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് പുള്ളിനെ ആയിരിക്കും ഹീസ് റിയലി ഗുഡ്. ആൻഡ് പുള്ളിയുടെ ഏറ്റവും വലിയൊരു സ്ട്രെങ്ത് ഈ വർഷം ബ്രസീലിൻ്റെ കോച്ച് കാർലോ ആൻസലോട്ടിയാണ്. സോ ഗെയിം മിനിറ്റ്സ് പുള്ളി നോക്കത്തില്ല. ഹീസ് ഗോയിങ് ടു പ്ലേ. ഇപ്പോൾ റോഡ്രിഗോ കളിച്ചില്ലെങ്കിലും റയലിൽ മിനിറ്റ്സ് കിട്ടുന്നില്ല എന്നൊരു സിനാരി ആണെങ്കിലും പുള്ളി റോഡ്രിഗോനെ കളിപ്പിക്കാൻ ലാസ്റ്റ് നമ്മൾ ഇന്റർനാഷണൽ ബ്രേക്കിലെല്ലാം കണ്ടതുമാണ്. ഹി വാസ് സോ ഗുഡ്. സോ ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ ഹൗ ചാബി യൂസസ് ഹിം. എനിക്ക് ബൈ ദ എൻഡ് ഓഫ് ദ സീസൺ മിനിറ്റ്സ് കുറവാണെങ്കിൽ പ്രീമിയർ ലീഗിൽ ആർസണൽ നെക്സ്റ്റ് സമ്മർ ലെഫ്റ്റ് വിംഗർ മസ്റ്റാണ്. ആർസണലിലൊക്കെ പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി പുള്ളിക്ക് ആ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് പുള്ളിയുടെ കയ്യിലാവും. മേ ബി സിറ്റി ആയിട്ട് ഭയങ്കര ലിങ്ക്സ് ഉണ്ടായിരുന്നു റോഡ്രിഗോ. സോ സിറ്റി ഗോഡിയോളൊക്കെ ഈ മത്സരം തോറ്റ മത്സരത്തിന് ശേഷം ഗോഡിയോളൊക്കെ ഇദ്ദേഹത്തെ പൂഴ്ത്തിയൊക്കെ രംഗത്ത് വന്നിരുന്നു. നേരത്തെ തന്നെ ലിങ്ക് ആയിട്ടാണ് ആളുകൾ ഇതിനെ കണക്ട് ചെയ്തിരുന്നത് എന്നുള്ളതാണ്. സോ ഈ 2 ക്ലബ്ബ് മേ ബി വി കാൻ ആറ്റ് PSG as well. സോ ഇവരൊക്കെ വരാനായിട്ടുള്ള സാധ്യത വളരെ ഹൈ ആണ്. അല്ലെ സൗദി ക്ലബ്ബുകൾ ഭയങ്കര ടെംപ്റ്റിംഗ് ആണ്. സൗദി ക്ലബ്ബുകൾക്കും പോകുക എന്നുള്ളത് വേറെ ചർച്ചയാണ്. ഇനി ബാഴ്സയിലേക്ക് വരാം. ബാഴ്സ ചാമ്പ്യൻസ് ലീഗിൽ
വളരെ താഴെ നിൽക്കുന്നൊരു അവസരം. കഴിഞ്ഞ സീസണിലൊക്കെ ഹോട്ട് ഫേവറേറ്റുകളായിരുന്നു. ഈ സീസണിൽ 2 കളി തോറ്റിട്ടുണ്ട്. പക്ഷേ ഡിസംബറിൽ റയൽ ഇങ്ങനെ നിരന്തരമായി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ ഡിസംബറിൽ ഒറ്റ മത്സരവും തോറ്റിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ അവർ ആ ചെൽസിയോട് തോറ്റ മത്സരത്തിൽ നിന്നാണ് അവരുടെ തോൽവികൾ അവസാനിച്ചത്. പിന്നെ അത്ലറ്റിക്കോയോട് ജയിച്ചു വരുന്നു. സ്റ്റിൽ അവർ അത് ഇങ്ങനെ കണ്ടിന്യൂ ആയിരുന്നു. പക്ഷേ കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്നൊരു ഡൊമിനൻസ് ബാർസൊക്കെ ഉണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. ലാലിഗിൽ വെറും 4 പോയിന്റ് വ്യത്യാസമേ ഉള്ളൂ. സാബി റയലിനെ തിരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് കയറി വരാവുന്നതേ ഉള്ളൂ. ചാമ്പ്യൻസ് ലീഗിലാണെങ്കിൽ അവർ റയലിനേക്കാൾ എത്രയോ താഴെയാണ്, 10നും താഴെയാണ്. 2 മത്സരങ്ങൾ തോറ്റിരിക്കുന്നു, 1 മത്സരം ഡ്രോ ആണ്, 3 മത്സരങ്ങളാണ് ആകെ ജയിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. സോ ബാഴ്സയുടെ പ്രതീക്ഷകൾ, ബാർസയുടെ ബിഗ്ഗസ്റ്റ് ഇഷ്യൂ ഫൈനാൻഷ്യൽ ഇഷ്യൂസ് തന്നെയാണ്. ഫൈനാൻഷ്യൽ ഫെയർ പ്ലേ കാരണം ഈ സമ്മറിൽ ഇപ്പോൾ 1:1 അതെന്നാവും ഞങ്ങൾ ബാർസ ഫാൻസിന് പോലും അറിയത്തില്ല. ആ രീതിയിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ക്യാമ്പിനോലോട്ട് ഇപ്പം മാറി, അത് ഹെൽപ്പ് ചെയ്യുമായിരിക്കും. ബട്ട് ജനുവരിയിൽ ഇനീഗോ മാർട്ടിനസ് പോലത്തെ ഒരു പ്ലെയറിനെ ലാസ്റ്റ് മൊമെന്റ് ലൂസ് ചെയ്തു. ലാസ്റ്റ് സീസണിൽ നമ്മുടെ ക്യാപ്റ്റനായിരുന്നു. ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ഡിഫൻസീവ് ലൈനിലെ ക്യാപ്റ്റനായിരുന്നു, ഹൈ ലൈൻ സെറ്റ് ചെയ്യുന്നതായിരുന്നു. സോ ബാർസയുടെ ഈ സീസണിൽ നമ്മൾ സീസൺ സ്റ്റാർട്ട് നോക്കാനായിട്ടാണ് പല ഡിഫൻസീവ് പ്ലെയേഴ്സിനെ ബാർസലോണ യൂസ് ചെയ്തു. മെയിൻലി അറോഹോ, കുബാർസി. ഈ കുബാർസി ലെഫ്റ്റ് സൈഡഡ് CB അല്ല, 19 വയസ്സുള്ള ഒരു ചെക്കൻ. ഹീസ് എ റൈറ്റ് സൈഡഡ് CB. സോ ഈ ഹാൻസി ഫ്ലിക്കിന്റെ സിസ്റ്റത്തിൽ ഹയർ ഓഫ് ദ പിച്ചസിലാണ് ഫുൾ ഈ സെന്റർ ബാക്സ് പൊസിഷൻ ചെയ്തത്. ടെക്നിക്കലി ഒരു മിഡ്ഫീൽഡറിന്റെ ട്രയൽസ് എല്ലാ സെന്റർ ബാക്സിനും വേണം ഹാൻസി ഫ്ലിക്കിന്റെ അണ്ടർ കളിക്കാൻ. കാരണം ക്ലോസർ ടു ദ ഒപ്പോണന്റ് ഹാഫ് ഇതാണ്, മിഡ്ഫീൽഡിലോട്ടാണ്, ലൈനിലാണ് വന്നിരിക്കുന്നത്. സോ പ്രസ് ചെയ്യാനായിട്ടുള്ള ടൈം ഒപ്പോണന്റിന് കൂടുതലാണ്. അതായത് എത്രയും പെട്ടെന്ന് വന്ന് അവർക്ക് പ്രസ് ചെയ്യാം. സോ ആ ഒരു കേസ് സിനാരിയോയിൽ ബോൾ പ്ലേയിങ് അബിലിറ്റി മസ്റ്റാണ്. സോ അതിനകത്ത് തന്നെയാണ് ഒരു നാച്ചുറൽ ലെഫ്റ്റ് ഫുട്ടർ പുള്ളിയുടെ അണ്ടർ ലെഫ്റ്റ് സൈഡഡ് CB കളിക്കേണ്ട അത്യാവശ്യമാണ്. സോ പലപ്പോഴും കുബാർസിയോ അല്ലെങ്കിൽ അറോഹോ ലെഫ്റ്റ് സൈഡഡ് CB ഒട്ടും ശരിയാത്തില്ല. കുബാർസി ലെഫ്റ്റ് സൈഡഡ് CBയിൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സിനാരി നമ്മളുണ്ട്. പക്ഷെ അത് മാത്രമല്ല ഇഷ്യൂ, സീസൺ സ്റ്റാർട്ടിൽ റഫീനയുടെ ഇഞ്ചുറി ഒരു വലിയ ഫാക്ടറാണ്. ബാർസലോണയുടെ ശരിക്കും ആംബാൻഡ് കൊടുക്കണമെന്ന് എല്ലാ ഫാൻസ് ഞങ്ങൾ ഉൾപ്പെടെ ആഗ്രഹമുള്ള ഒരു നെയിമാണ് റഫീന. കാരണം ബാർസയുടെ കൗണ്ടർ പ്രസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു നെയിം റഫീനാണ്. സീസൺ സ്റ്റാർട്ടിൽ നമ്മൾ നോക്കുവാണെങ്കിൽ യമാലിന് ആ ഒരു ഇഞ്ചുറി കൺസേൺ ഉള്ള കാരണം ആൾ ലാസ്റ്റ് സീസണായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പ്രസ്സിങ്ങിൽ ധാരാളം താഴോട്ട് പോകുന്നത് നമുക്ക് കാണാനായിട്ടുണ്ട്. ആളുടെ ഇഞ്ചുറി കൺസേൺ വലിയൊരു സംഭവമാണ്. ആളുടെ ഡ്രിബ്ലിംഗ് അബിലിറ്റിയിലും എല്ലാം ബാധിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് ഈ സീസൺ. പക്ഷേ ഇപ്പോൾ ആൾ റിക്കവറായി വരുന്നതിന് നമുക്ക് പെർഫോമൻസ് ആണ്. പിന്നെ റഫീന ഇല്ലാത്തതിനെ തന്നെ പ്രസ്സിങ് ബാർസയുടെ വളരെ ഡൗൺ ആണ്. റാഷ്ഫോർഡ് ഇപ്പം ഇമ്പ്രൂവ് ആയി, പക്ഷേ വന്ന സമയത്ത് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു പ്രസ്സിങ്ങിന്റെ കാര്യത്തിലോട്ട്. ഓൾമോയുടെ പ്രസ്സിങ്ങിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ആൻഡ് ലെവൻഡോസ്കി ലാസ്റ്റ് സീസണിലെ ലെവൻഡോസ്കി ബാർസയിൽ ഇപ്പം റൈറ്റ് നോ വീക്ക് ആഫ്റ്റർ വീക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു സെന്റർ ഫോർവേഡ് അല്ല റൈറ്റ് നോ. ആൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഫിസിക്കാലിറ്റി ആയിട്ട്. സോ ഫെറാൻ ടോറസ് ആണ് ഇപ്പം സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അത് പ്രസ്സിങ് ബാർസയുടെ ഇപ്പോൾ പ്രസ്സിംഗ് മെട്രിക്സിന്റെ കാര്യം ഞാൻ മുമ്പേ പറഞ്ഞു. റയൽ മാഡ്രിഡ് ലീഡ് ചെയ്തു, ബാർസ അതേ സ്ഥാനത്ത് 4-ാമതോ 5-ാമതോ പോയി ലാസ്റ്റ് സീസൺ ടോപ്പ് ചെയ്യുന്ന നടത്തുന്നു. സോ പിന്നീട് ലാസ്റ്റ് 3-4 മാച്ചുകളായിട്ട് നോക്കുവാണെങ്കിൽ ഗെയിം ചേഞ്ചിങ് സിനാരിയോ റഫീന ഇഞ്ചറി മാറി വന്നതാണ്. പിന്നെ സീസൺ സ്റ്റാർട്ടിൽ പെഡ്രീനെ മാത്രം ഡിപ്പെൻഡൻ്റ് ആയിരുന്നു ബാർസലോണ മിഡ്ഫീൽഡ് ക്രിയേറ്റിവിറ്റി കാര്യത്തിലും മറ്റും എല്ലാം. അതേ സ്ഥാനത്ത് നിന്ന് ഇപ്പോൾ റഫീന ഫിറ്റായി വന്നു. പെഡ്രി ആ ഒരു ചെറിയ ഇഞ്ചുറിക്ക് ശേഷം ആളും ഫിറ്റായി വന്നു. റൈറ്റ് നോ എറിക് ഗാർഷ്യ പോലത്തെ പ്ലേയേഴ്സൊക്കെ മിഡ്ഫീൽഡിലോട്ട് സ്റ്റെപ്പ് അപ്പ് ചെയ്തു. സോ ആ ഒരു കേസ് സിനാരിയോയിൽ മിഡ്ഫീൽഡിൽ കുറച്ചുകൂടെ ലെഗ്സ് വന്നു. പെഡ്രിക്ക് ഗെയിം ഡിക്റ്റേറ്റ് ചെയ്യാൻ സാധിക്കും. റഫീനയും യമാലിൻ്റെ ഇഞ്ചറിയിൽ നിന്ന് റിക്കവർ ആയി വരുന്ന എക്സ്പെഷ്യലി എടുത്ത് കാണാനുണ്ട്. ആളുടെ പ്രസ്സിംഗ് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഫെറാൻ ടോറസ് നല്ലൊരു പ്രസറാണ്. ഡാനി ഓൾമോയും ഫെർമിൻ ലോപ്പസോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ദേ ലുക്ക് ഗുഡ്. സോ പ്രസ്സിങ്ങിൻ്റെ കാര്യത്തിൽ ബാർസലോണ മാസീവ്ലി ഇമ്പ്രൂവ് ആയി. സോ ബാർസലോണയുടെ ഫിലോസഫി എന്ന് പറയുന്നത് ഹൈലൈൻ അല്ല ശരിക്കും കൗണ്ടർ പ്രസ്സിൻ്റെ ഒരു പാർട്ടാണ് ഹൈലൈൻ. സോ ബാർസലോണയുടെ ഇപ്പം നേരത്തെ സ്ലോട്ടിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമ്പേഴ്സ് കമ്മിറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്നു, നമ്പേഴ്സ് കമ്മിറ്റ് ചെയ്ത് ഡിഫെൻഡ് ചെയ്യുന്നു, ഹൈലൈൻ കളിക്കുന്നു. സോ ഈ ഹൈലൈൻ കളിക്കുമ്പോൾ നമ്പേഴ്സ് കമ്മിറ്റ് ചെയ്യുമ്പോഴേക്കും ബോൾ ലൂസ് ചെയ്യുമ്പോഴേക്കും എത്രയും പെട്ടെന്ന് ഒപ്പോണിനെ ക്ലോസ് ഡൗൺ ചെയ്തില്ലെങ്കിൽ എക്സ്പോസ്ഡ് ആവും. അതാണ് ബാർസലോണയ്ക്ക് അഗൈൻസ്റ്റ് സീസൺ സ്റ്റാർട്ടിലെല്ലാം കണ്ടിരുന്നത്. സോ അത് സീസൺ സ്റ്റാർട്ടിൽ വരുന്നില്ല. അതിന് ഫ്രണ്ടിലുള്ള പ്ലേയേഴ്സിൻ്റെ പ്രസ്സിംഗ് മസ്റ്റാണ്. അത് ഇപ്പം ഇമ്പ്രൂവ് ആവുന്ന കാണാനായിട്ടുണ്ട്. പിന്നെ ജെറാർഡ് മാർട്ടിൻ പോലത്തെ ഒരു വാസ് എ ലെഫ്റ്റ് ബാക്ക്, പുള്ളിനെ ലെഫ്റ്റ് സൈഡഡ് CB കളിപ്പിക്കുക വഴി ഒരു നാച്ചുറൽ ലെഫ്റ്റ് ഫുട്ടർ വന്നിട്ടുണ്ട് ലെഫ്റ്റ് സൈഡഡ് CB ആയിട്ട്. സോ പുള്ളിയുടെ ബാക്കിൽ നിന്ന് ബിൽഡപ്പ് ചെയ്യാനായിട്ടുള്ള അബിലിറ്റിയും ഹൈലൈൻ സെറ്റ് ചെയ്യാനായിട്ടുള്ള അബിലിറ്റിയൊക്കെ റീസെൻ്റ്ലി ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആണ്. പക്ഷേ ഇപ്പോഴും ബാർസലോണ ചാമ്പ്യൻസ് ലീഗ് അടിക്കാൻ സെറ്റാണ്. ടോപ്പ് ടീംസ് അങ്ങനെ അടിപൊളിയായിരിക്കും എന്നല്ല പറയുന്നത്. പക്ഷേ കമ്പാരിറ്റീവ്ലി സീസൺ സ്റ്റാർട്ടുമായിട്ട് നോക്കുമ്പോഴേക്കും പ്ലേയേഴ്സ് ഇഞ്ചറിയിൽ നിന്ന് ഫിറ്റായി വരുന്നത്, പിന്നെ പ്രോബ്ലി ജെറാർഡ് മാർട്ടിൻ ലെഫ്റ്റ് സൈഡ് CB കളിക്കുന്നത്, എറിക് ഗാർഷ്യ മിഡ്ഫീൽഡിലോട്ട് വന്നത്, റഫീന ഫിറ്റായി വന്നത്, എമാൽ പതുക്കെ ഇഞ്ചറിയിൽ നിന്ന് റിക്കവർ ആൻഡ് പെഡ്രി ബോസിംഗ് മിഡ്ഫീൽഡ്, ഇതെല്ലാം പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. ആൻഡ് ഓരോ ഗെയിം ബൈ ഗെയിം നോക്കാം. ചാമ്പ്യൻസ് ലീഗ് ഇപ്പം ഫേവറേറ്റ് ആണെന്നോ മറ്റൊന്നും പറയുന്നില്ല. ഫൈനാൻഷ്യൽ ഫെയർ പ്ലേ ഒരു വലിയ ഇഷ്യൂ ആണ്. അപ്പോൾ ഈ ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ദിവസം നമ്മൾ വീണ്ടും ഇരിക്കും. നന്ദി. താങ്ക്സ്.